അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ നാളായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. അപ്പം നമ്മൾ ആക്റ്റീവായിട്ട് ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടുള്ള ആദ്യത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഫ്രൈഡേ ഞാൻ മോർണിംഗ് തൊട്ട് എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. ആഫ്റ്റർനൂണാണ് എടുത്ത് തുടങ്ങിയത്. പിന്നെ കുറച്ചൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താനും പറ്റിയുള്ളൂ. കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ടാകുമ്പോഴത്തേക്ക് പരിമിതികളുണ്ടല്ലോ. അപ്പം അതെല്ലാം എല്ലാവരും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ശരിക്കും ഞാൻ വേഗം തന്നെ ഇത് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എനിക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ പനിയായിരുന്നു. അപ്പോൾ അത് കാരണം സൗണ്ടിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളും പിന്നെ പനിയുടെ കുറച്ച് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണം എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് വൈകി. ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് തന്നെ ഒരുപാട് ലേറ്റായിട്ടാണ്. അപ്പോൾ പിന്നെന്താ, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിനകത്ത് എൻ്റെ ബ്രദറും ഫാമിലിയും ജോയിൻ ചെയ്യുന്നുണ്ട്. അവരെയും ഉൾപ്പെടുത്തി ആദ്യമായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുവാണ്. ഇതിന് മുന്നേ ചെയ്തെങ്കിലും അന്ന് കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് അവരെ ഉൾപ്പെടുത്തി ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ ലൈഫിലെ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഫ്രൈഡേ നമ്മൾ ഉച്ച കഴിഞ്ഞ് നടന്നിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് എടുത്തത്. ഞാൻ 2 മണിയായപ്പോഴാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ നമുക്കന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയുമായിരുന്നു. ചോറും വെച്ചിട്ടുണ്ട്. ഞാൻ ചപ്പാത്തിയാണ് എടുത്തത്. അപ്പോൾ ചപ്പാത്തി എല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു കഴുകാൻ. കുഞ്ഞുങ്ങളുടെ തുണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയിട്ടു. ബ്ലാങ്കറ്റ്സ് ഒരു സെക്ഷനായിട്ട് കഴുകി അങ്ങനെ വിരിച്ചിട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് വെളിയിലോട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ആരുമില്ല. അപ്പോൾ ആ ഒരു ടൈം നല്ല ചൂടാണ് ഇവിടെ. അപ്പോൾ അതാ ഇവിടെ നമുക്ക് 2 ബിൽഡിങ്ങൊക്കെ പണിയുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് നല്ല ഹൈറ്റിലുള്ളൊരു ബിൽഡിങ്ങാണിത്. പിന്നെ മറ്റേത് ഓൾമോസ്റ്റ് പണി കഴിഞ്ഞു. ഇതാ ഇവിടെ വേസ്റ്റൊക്കെ ഇട്ടിരിക്കുന്നു. ഇതെല്ലാം രാത്രിയാകുമ്പം ഈ വേസ്റ്റ് വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് എല്ലാം ക്ലീൻ ചെയ്തിടും. അതൊരു ദിവസം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, വേസ്റ്റ് എങ്ങനെ അത് കൊണ്ടുപോകുന്നതും ക്ലീൻ ചെയ്യുന്നതൊക്കെയാണ്. ഇങ്ങനെ നമുക്കടുത്ത് പിന്നെ എന്താ പറയുന്ന റോഡാണ് ഫാഹിലോട്ടൊക്കെ പോകുന്നത് ഭാഗത്താണ് എപ്പോഴും വന്ന് ഇൻട്രോ പറയുന്നത്. ഒരു ജലദോഷത്തിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ചെറിയൊരു തുമ്മലും തൊണ്ടവേദനയൊക്കെ. ജലദോഷം ഇന്ന് സ്റ്റാർട്ടായതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു പണ്ടോളും അടിച്ച് ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചൊന്ന് സെറ്റാവാമെന്ന് വിചാരിച്ചതാണ്. അപ്പം അതാണ്. പിന്നെ കുഞ്ഞുങ്ങൾ നല്ല ഉറക്കമായിരുന്നു. അത് കാരണം അവർക്ക് ഫുഡും കൊടുത്തിട്ടില്ല, അവരെ കുളിപ്പിച്ചിട്ടുമില്ല. അപ്പം ഉറങ്ങി എഴുന്നേറ്റിട്ട് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് അവരൊരു 4:45 ആയപ്പോൾ എഴുന്നേറ്റു. പിന്നെ നമ്മളവർക്ക് ഫുഡ് കൊടുക്കാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അവർ സെറ്റായിരുന്നു. പിന്നീട് നമ്മളൊരു 5-5:30 ആയപ്പോഴത്തേക്ക് അവരെ കുളിപ്പിക്കാൻ ആയിട്ട് ഒരുങ്ങി. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് 2 ആളെ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഫിൽറ്റർ വാട്ടർ ഒന്ന് ചൂടാക്കിയിട്ടാണ് അവരെ ഒന്ന് കുളിപ്പിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കത്തേ ഉള്ളൂ. ഇപ്പോൾ ക്ലൈമറ്റ് ചൂടായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കുളിപ്പിക്കും. പിന്നെ ഡ്രസ്സൊക്കെ ഇതാ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് കുളിപ്പിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ സെറ്റാഫിലിൻ്റെ ക്രീമാണ് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം തേക്കുന്നത്. നേരത്തെ സെബാമെഡായിരുന്നു കുഞ്ഞുങ്ങൾക്ക് തേച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ നല്ല റാഷസായി കുഞ്ഞുങ്ങൾക്ക്. അത് കാരണം സെറ്റാഫിലാണ് തേക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാമോ ഈ ഡയപ്പറിൻ്റെ ബാക്കിൽ ഇങ്ങനൊരു ബാൻഡ് എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കുളിയെല്ലാം കഴിഞ്ഞ് ഒരാളെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. മോൻ അതിന് മുന്നേ ചിടുങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ പിന്നെ അവർ കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ചിങ്ങനെ നടന്നു. ഇടയ്ക്ക് ഒരാളുടെ കംപ്ലൈൻറ്റുമായിട്ട് വരുന്നതാണ്. എന്തൊക്കെയൊക്കെയോ പറയും. എനിക്ക് കുറച്ചൊന്നും മനസ്സിലാവത്തില്ല, കുറച്ചൊക്കെ മനസ്സിലാവും. പിന്നെ അവരുടെ കളിയും ബഹളങ്ങളും ഒക്കെ ആയിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. ഇപ്പോൾ ഞാൻ മോനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ 2 പേരും ഇറങ്ങി കളിയും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. അവൻ്റെ കുരുത്തക്കേടൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചായ കുടിക്കാനുള്ളൊരു പരിപാടിയിലായിരുന്നു. അതിന് മുന്നേ അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം കൊടുത്തു. ഈ ബോട്ടിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇവർ ഈ ബോട്ടിൽ വാങ്ങിയതിന് ശേഷം നല്ലതായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ തുടങ്ങി. ബോട്ടിൽ വാങ്ങിയത് സെൻറ്റർ പോയിൻറ്റിൽ നിന്നാണ്. പിന്നെ ചായക്ക് നമ്മൾ ചപ്പാത്തിക്കകത്ത് ചീസ് വെച്ചിട്ട് ചെറിയൊരു സ്നാക്ക് പോലെ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ റൈസ് എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഡയറ്റ് പോലെ ഞാനങ്ങനെ ചപ്പാത്തിയും ഗോതമ്പും ഒക്കെയാണ് കഴിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നട്ട്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. പിന്നെ അവർ കളിക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ അപ്പോൾ ആ ചീസും ചപ്പാത്തിയും കുഞ്ഞിന് കൊടുത്തതാണ്. ചെറുതായിട്ടൊക്കെ ഒന്ന് പിച്ചി ഒക്കെ കഴിക്കും, ബാക്കിയെല്ലാം എടുത്ത് കളയും. നമ്മൾ പിന്നെ ബിഗ് ബോസ് ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒന്ന് കാണും. അനന്തു
എൻ്റെ ഒരു വ്ളോഗ്. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് എന്നെ കാണാനിട്ട് കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം അതാണിത്. ഈ ക്രീം ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട് ഹിമാലയയുടെ ഒന്ന് തേച്ച് കൊടുക്കും മുഖത്തൊക്കെ. പിന്നെ വീണ്ടും നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാനായിട്ട് പോയി. അപ്പോൾ അവൾക്ക് ഹെയർ ബാൻഡ് വേണമെന്ന് വെച്ചിട്ട് ഹെയർ ബാൻഡ് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ബാലൻസ് കുഞ്ഞുങ്ങളുടെ തുണി ഉണ്ടായിരുന്നു കഴുകിയത് പറക്കിയിടാൻ. അപ്പോഴത്തേക്ക് ഈവനിങ് ആയപ്പോഴത്തേക്ക് വെയിൽ താന്നപ്പോഴത്തേക്ക് എല്ലാവരും ഇറങ്ങി ഷോപ്പിങ്ങിനൊക്കെ പോകാനായിട്ട്. കുഞ്ഞ് വീണ്ടും ഉറങ്ങാനായിട്ട് വാപ്പിയുടെ തോളിലിങ്ങനെ കിടക്കുവാണ്. അപ്പോൾ പിന്നെ ഉറങ്ങിയൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ സ്റ്റിക്കർ വേണമെന്ന് പറഞ്ഞ് നമ്മളിതിന് മുന്നേ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ തന്ന സ്റ്റിക്കറായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മോളുടെയും മോൻ്റെയും കയ്യിലൊക്കെ ഒട്ടിച്ചു കൊടുത്ത് അവനിപ്പോൾ കയ്യെ കൊടുക്കണം, അവനിപ്പോൾ കാലിലൊട്ടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ബ്രോയും സിസ്റ്ററിലോയും കൂടെ വന്നതാണ്, മോനും. അപ്പോൾ അവരാണെങ്കിൽ പോക്കറ്റ് ചിക്കൻ അങ്ങനൊരു സംഭവം കൊണ്ടുവന്നു. അപ്പോൾ അതും കഴിച്ച് നമ്മൾ വീണ്ടും ചായ ഇട്ട് അവർക്കും കൊടുത്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ പിന്നെ കളിച്ചും ഒക്കെ ആയിട്ട് അവരങ്ങനെ അവരുടെ ലോകത്തോട്ട് പോയി 3 പേരും കൂടെ. പിന്നെ കുഞ്ഞി ലേഹം വാവയെ കളിപ്പിക്കുവാണ്. വാവ എന്ന് പറഞ്ഞിട്ട് ടോയ്സൊക്കെ കൊണ്ട് കൊടുത്ത് അങ്ങനെ അവരെടുത്തിരുന്ന് കളിക്കുവാണ്. ആദ്യമൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. പിന്നെ അവരങ്ങ് സെറ്റാവും. അവരും 2 പേരും കൂടാണ് സെറ്റാവുന്നത്. പിന്നെ നമ്മൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ടീ ഗ്രില്ലിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട് ഫാഹിയിൽ പോയി. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സീറ്റ് കിട്ടാനായിട്ട് അവിടെ വെളിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. അപ്പോഴത്തേക്ക് ലേഹാന് കുറച്ച് വാശിയും കാര്യങ്ങളും ഒക്കെ ആയി. അപ്പോൾ കുറച്ച് നേരം നാത്തൂനും ബ്രോയും എല്ലാം ഇങ്ങനെ കൊണ്ടു കിടക്കുകയാണ്. അവൻ വേറെ ആരുടെ അടുത്തും ഇങ്ങനെ പോവാണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ ഇവരും അലമ്പായി തുടങ്ങിയ സമയത്തിന് നമ്മൾ ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിന്നു. അപ്പോൾ അവരാദ്യം ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ഒരു ഡ്രിങ്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. നല്ല ഭംഗിയാണിത് കാണാൻ. പക്ഷെ ഞാൻ മധുരമായതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ കുഞ്ഞിയും ഇങ്ങനെ കുരുത്തക്കേടുകൾ പ്ലാൻ ചെയ്യുവാണ് എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന്. അവൻ പിന്നെ ബീട്രൂട്ടിൻ്റെ ഡ്രിങ്ക് ഫുള്ളെടുത്ത് നക്കുകയും ഒക്കെ ചെയ്ത് അവിടെ ഫുള്ളാക്കി. ഐസൂട്ടൻ ലേഹാൻ തന്നെ ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുകയാണ്. അവൻ ഇരിക്കണ്ട, അവനിങ്ങനെ പുറത്ത് പോകണം, അതിൻ്റെ ഒരു വാശിയിൽ അവന്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഗാർലിക് ചിക്കനും ചിക്കൻ ഷിഷ്ടോക്കും പിന്നെ നമ്മുടെ ഫഹം ആണ് ഓർഡർ ചെയ്തത്. പിന്നെ വൈറ്റ് കുബൂസ്, ഹമൂസ് ഉണ്ടായിരുന്നു. ഹമൂസും തൂമും ഒക്കെ അവർ തരും. പിന്നെ അടിപൊളി സലാഡാണ് അവിടുത്തെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യം ഒരു തവണ കഴിച്ചു, ഇപ്പോഴും സെക്കൻഡ് ടൈമാണ് നമ്മളവിടെ പോകുന്നത്. അപ്പോൾ ഈ ഗാർലിക് ചിക്കനൊക്കെ സൂപ്പറാണ് കേട്ടോ. ഫഹം എല്ലാം അടിപൊളിയാണ് അവിടുത്തെ ഡിഷസൊക്കെ. പിന്നെ 2 പേരും ഡ്രസ്സിലൊക്കെ ആക്കി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് അവിടെ നിന്ന് വന്നത്. ടീ ഗ്രില്ലിൻ്റെ റിസപ്ഷൻ്റെ അവിടെ ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഡെസേർട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളൊരു 10:45 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയതാണ് ടോയ്സിൻ്റെ. അപ്പോൾ ഭയങ്കര റേറ്റ്. അവിടെ നമ്മൾ ഈ ബോളൊക്കെ ഒന്ന് വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. സൈക്കിളും ബലൂൺസും ഈ ബോളുകളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ ബ്രോയും ഫാമിലിയെയും അവരുടെ ഫ്ലാറ്റിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിൽ വന്നു. ഇപ്പോൾ 11 മണിയൊക്കെ ആയി നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ ഒരു ഫ്രൈഡേ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്ത്. കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അതിനൊരു കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.